നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയം ഇപ്പോൾ 21 മന്ത്രിമാരും ചേർന്ന് 140 മണ്ഡലങ്ങളെ ഒന്നിച്ച് സന്ദർശിക്കുന്ന നവകേരള സദസ്സാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കുകയും പരിഹാരം കാണുകയും എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ നവംബർ 18 തുടങ്ങിയ യാത്രയെ ചൊല്ലി നിരവധി വിവാദങ്ങളും പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പുനലൂർ ചെമ്മന്തൂർ സ്റ്റേഡിയത്തിൽ നടന്ന നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനിടെ നാടിന് വേണ്ടിയാണ് ഈ പരിപാടി, ജനങ്ങൾക്ക് വേണ്ടിയാണ്, നമ്മുടെ ഭാവിക്ക് വേണ്ടിയാണെന്ന് പറയുമ്പോൾ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വേദിയുടെ മുന്നോട്ട് വരികയായിരുന്നു. പുനലൂർ നിരക്കൽ സ്വദേശി ഹരിലാലാണ് വേദിക്ക് മുന്നിലേക്ക് എത്തിയത്. ഉടൻ തന്നെ യുവാവ് ബാരിക്കേഡ് മറികടന്നെത്തിയത് കണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒരു വേള പകച്ചുവെങ്കിലും പിന്നീട് പെട്ടെന്ന് പിടികൂടി പരിപാടി നടന്ന ചെമ്മന്തൂർ സ്റ്റേഡിയത്തിന് പിൻഭാഗത്തേക്ക് കൊണ്ടുപോയി. ഇവിടെ വെച്ച് നവകേരള സദസ്സിന്റെ ലോഗോ പതിച്ച ബനിയൻ ധരിച്ച ഡിവൈഎഫ്ഐ വോളണ്ടിയർമാർ ഹരിലാലിനെ മർദ്ദിച്ചതായി ദൃക്സാക്ഷികളും പറയുന്നുണ്ട്. ഇയാളെ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും വിട്ടയച്ചു. ഈ സംഭവത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പ്രസംഗത്തിനിടെ പരാമർശിക്കുകയും ചെയ്തു. നവകേരള സദസ്സിന്റെ നിറം കെടുത്തുവാൻ ചിലർ മനഃപൂർവ്വം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കാട്ടിക്കൂട്ടുകയാണ്. അതെല്ലാം മുൻ നിശ്ചയിച്ച പ്രകാരം നടക്കുന്നതാണ്. സംസ്ഥാന വ്യാപകമായി ചർച്ചാ വിഷയമാകുന്ന നവകേരള സദസ്സിനെതിരെ നിരവധി ആരോപണങ്ങളാണ് തെളിഞ്ഞും ഒളിഞ്ഞും നടക്കുന്നത്. പല മണ്ഡലങ്ങളിലും നിരന്തരമായി കരിങ്കൊടികൾ യൂത്ത് കോൺഗ്രസ് ഉയർത്തുകയും അതിനെ സംബന്ധിച്ച് അവർക്ക് മർദ്ദനവുമെല്ലാം ഏൽക്കുന്നപ്പോൾ ചർച്ചാ വിഷയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്നേഹാലയത്തിലെ അഗതികൾക്ക് നൽകാനായി പൊതിച്ചോറ് ശേഖരിക്കാൻ റോഡിൽ നിന്ന് പഞ്ചായത്ത് അംഗത്തെ കറുത്ത ഷർട്ട് ധരിച്ചെന്ന പേരിൽ വാകത്താനം പോലീസ് അറസ്റ്റ് ചെയ്തതായി പരാതി കിട്ടിയിരുന്നു. കൂടാതെ കറുത്ത കുട ചൂടി വന്ന ആളെയും ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെയും ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ട അയ്യപ്പനെയുമെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ കറുത്ത വസ്ത്രം ധരിച്ചെത്തുന്നവർക്കെതിരെ പോലീസ് നടപടിയെടുക്കുന്നതിൽ വേറിട്ട പ്രതിഷേധം ഇറങ്ങിയിരിക്കുകയാണ് കൊല്ലം തലവൂർ പഞ്ചായത്ത് BJP അംഗം രജിത്ത്. ശരീരം മുഴുവൻ വെള്ള പെയിന്റ് അടിച്ചാണ് പ്രതിഷേധം നടത്തിയത്. പോലീസിനെ ഭയന്നാണ് വെള്ള പെയിന്റ് അടിച്ചതെന്ന് രഞ്ജിത്ത് പറഞ്ഞു. പത്തനാപുരത്ത് മുഖ്യമന്ത്രി എത്തുന്നതിൽ അല്പം നേരം മുൻപാണ് തലവൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായ രഞ്ജിത്ത് വേറിട്ട പ്രതിഷേധം നടത്തിയത്. കറുപ്പ് നിറമുള്ള തന്നെ മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യാതിരിക്കാനാണ് വെള്ളയടിക്കുന്നതെന്ന് രഞ്ജിത്ത് പറയുന്നു. വൈദ്യുതി മുടക്കത്തിനെതിരെ KSEBിക്ക് 9737 രൂപ ചില്ലറ നൽകി നേരത്തെ രഞ്ജിത്ത് പ്രതിഷേധിച്ചിരുന്നു. നവകേരള സദസ്സിന് പല ഭാഗത്തും പലതരത്തിലും പ്രതിഷേധങ്ങളും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ റോഡിലിറങ്ങി കരിങ്കൊടി വീശി പോലീസിന് തല്ലുകൊള്ളാൻ വയ്യ എന്നും പറഞ്ഞുകൊണ്ട് പോസ്റ്ററിന് നേരെ ചാണകം വാരിയെറിഞ്ഞിരിക്കുകയാണ് മറ്റൊരു യുവാവ്. കൂടാതെ പെൻഷൻ കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് പിച്ചച്ചട്ടിയെടുത്ത് പ്രതിഷേധിച്ച മറിയക്കുട്ടിയമ്മ നവകേരള സദസ്സിനെതിരെ തന്റെ കറുത്ത അടിവസ്ത്രം കാണിച്ചും എതിർപ്പ് രേഖപ്പെടുത്തി. മുഖ്യനെ പേടിച്ചപ്പോൾ കറുത്ത കാക്ക പോലും പറക്കുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവും തന്റേതായ രീതിയിൽ പരിഹാസം രേഖപ്പെടുത്തി. അങ്ങനെ എല്ലായിടത്തും സർക്കാരെതിരെ ജനങ്ങൾ നേരിട്ട് പ്രതിഷേധിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒരു ഭാഗത്ത് കുറ്റപ്പെടുത്തലും പ്രതിഷേധങ്ങളും ഉണ്ടെങ്കിലും ചില പരാതികൾക്ക് നവകേരള സദസ്സിലൂടെ പരിഹാരം കണ്ടിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരം കൂടിയാണ്.